പൂച്ചെടിയൊക്കെ ആയിട്ട് പൂച്ചെടിയല്ല ഗൈസ്, ഇതാണ് മൈക്രോ ഗ്രീൻസ്. ബൈ ദ വേ വെൽക്കം ബാക്ക് ടു എന്താ കടലെന്തിനാവും. അപ്പോൾ ഇത് നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടേ ഫിറു എനിക്കൊരു റീൽ അയച്ചെന്നു. നമ്മളുടെ പയർ ഇങ്ങനെ വെള്ളത്തിൽ അല്ലെ ഫിറു വെച്ചിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പർ അടിയിൽ വിരിച്ച് പയർ അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് അത് നനഞ്ഞ് എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ദിവസം നമ്മൾ വെക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ തോരൻ വെക്കാൻ പോകുന്നത്. ഇത് ശരിക്കും 2-3 ദിവസം കൂടെ വെക്കാൻ തോന്നുന്നു. പക്ഷെ എൻ്റെ സാർ ഇന്ന് പൂവായതുകൊണ്ട് നമ്മൾ ഇന്ന് ഉപ്പേരി വെക്കുന്നത്, തോരൻ വെക്കുന്നു വിത്ത് എഗ്ഗ് ആഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നോക്കി വെക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേ പയറ് നോക്ക് എങ്ങനെ എടുത്തോ. ഇതേ നോക്ക് അടിയിൽ ഇത് ടിഷ്യൂ ഉണ്ട്. ഓക്കെ, കണ്ടോ, ഇതിൻ്റെ അടിഭാഗത്ത് നമ്മളിത് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വിരിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെയാണ്. ഇനി നമ്മളിത് എന്ത് ചെയ്യണം, കട്ട് ചെയ്തെടുക്കണം അല്ലേ ഫിറു? വേരൊക്കെ കളഞ്ഞ് ഈ ഒരു പാർട്ട് മാത്രം എടുക്കണം. എന്നിട്ട് നമുക്ക് വെച്ച് നോക്കാം അല്ലേ? ഓക്കെ, കുറേ പൂക്കുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം അതേ നമുക്ക് ഇങ്ങനെ ഈ സാധനം കിട്ടിയിട്ടുണ്ട്. ഓർക്കാൻ കഴുകിയിട്ട് സാധനം നന്നായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു, കഴുകാൻ പോകുന്നു അല്ലേ ഫിറു? ഈ സാധനമൊക്കെ എടുക്കാൻ പറ്റുമോ? എടുത്തോ, പയറിനല്ലേ, വിഷമൊന്നുമല്ലല്ലോ. ഈ ജിമ്മന്മാരൊക്കെ മുളപ്പിച്ച പയറ് കഴിക്കും. ടേസ്റ്റി, കാരണം എന്താ പറയുക, അല്ല വെരി ഹെൽത്തി, പ്രോട്ടീനാണ്. പ്രോട്ടീനാണോ? ശരിക്കും പ്രോട്ടീനാണ്. നമുക്ക് നോക്കാം. എൻ്റെ ഒരു ഇത് കളഞ്ഞാൽ പിന്നെ അലൈൻമെന്റ് കളഞ്ഞാൽ പിന്നെ അത് ഞാൻ മുറിച്ചോളാം. അതുകൊണ്ട് നമുക്കിത് കഴുകാണ്ടേ നല്ല വൃത്തിയാക്കണ്ടേ. ഓക്കെ, ഇതിങ്ങനെ ഈ വേരൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, അരിഞ്ഞെടുക്കാം. എന്തായിരിക്കും ടേസ്റ്റ് എന്നുള്ളതൊരു പിടിപ്പില്ലാതാണ്. ഇതുവരെ കഴിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അങ്ങനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, അരിഞ്ഞെടുക്കണം. അരിഞ്ഞരിഞ്ഞ് എടുക്കണം ഗായ്സ്. ഇതറിയാൻ എളുപ്പമാണ് കേട്ടോ, ആക്ച്വലി വലിയ പണിയൊന്നുമില്ല. ഇതെനിക്ക് തോന്നുന്നു വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ ഉള്ളൊരു ഇതാണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പയറിൽ നിന്നുള്ള മൈക്രോ ഗ്രീൻസാണ്. ഓക്കെ, ഇത് പച്ചക്കും തിന്നാൻ തോന്നുന്നു അല്ലേ? ഇത് പച്ചക്കും തിന്നാൻ തോന്നുന്നു. ഇത് സാലഡ്സ് ആയിട്ട് കഴിക്കാൻ തോന്നുന്നു. വേറെ ആരോ ഇങ്ങനെ പച്ചക്ക് കഴിക്കുന്ന അറിയില്ല കണ്ട്. ഒരാള് പച്ചക്ക് കഴിക്കാന്ന് പറഞ്ഞതേ കഴിക്കുന്നു ഗൈസ്. എന്താടാ, എന്തിനു ടേസ്റ്റാ? നമ്മള് ബീൻസ് പയറൊക്കെ പച്ചക്ക് തിന്നില്ല. ഞാൻ തരെ തിന്നില്ല. അതിന്റെ ടേസ്റ്റാ കടക്കുറ ആണല്ലേ? ക്രിസ്പിയാ. ഓക്കെ, ബാക്കിയും കൂടെ അരിഞ്ഞെടുക്കാം. ഒരെണ്ണെങ്കിലും തിന്ന്. എന്തോ എക്സ്പ്രഷൻ എന്താ? ഇത് കറക്റ്റ് ബീൻസ്, വള്ളിപ്പയർ. അതല്ലേ ഞാൻ പറഞ്ഞു, വള്ളിപ്പയർ വെച്ച് കഴിക്കുമ്പോൾ അതേ ടേസ്റ്റ്.
ഇത് തണ്ട് കൂടുതലാണ്. ആർക്കാണ് തണ്ട് കൂടുതൽ? ഇല്ല, മനുഷ്യർക്ക് തണ്ട് കൂടുതൽ. തണ്ട് കൂടുതലാണല്ലോ. എന്താ ശരിക്കും അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ബലം. തണ്ടാണല്ലോ അതിനെ പിടിച്ചു നിർത്തുന്നത്. നട്ടലാണ് ഉദ്ദേശിച്ചത്. നട്ടല് തണ്ട് മനുഷ്യന്റെ നട്ടലാണ് തണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയല്ല, അതല്ല ഞാൻ പറഞ്ഞത്. പൊളിറ്റിക്കൽ നട്ടലിനൊരു ഏബിളിസ്റ്റായിട്ട് പ്രയോഗങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മളതിനെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക്. പക്ഷെ തണ്ടിനെ തണ്ട് എന്നാണ് മലയാളത്തിൽ പറയുക. അതെനിക്ക് മനസ്സിലായി. അതല്ല മനുഷ്യന്റെ തണ്ടിനെ. ഞാൻ ചെടീന്റെ തണ്ടിനെ ഉദ്ദേശിച്ചത്, അല്ലാതെ മനുഷ്യന്റെ തണ്ടിനല്ല. ഞാൻ എന്നോടല്ല പറഞ്ഞത്. പിന്നെ പൊതുവെ മനസ്സിലാവട്ടില്ലായിരിക്കും. ഞാടെ മുട്ട കൊണ്ട് കളിക്കുക. ഇത് പിടിച്ചിങ്ങനെ നടക്കുമ്പോൾ മുട്ട ഇങ്ങനെ ഓടിക്കളിക്കുക. മുട്ട ഇടാനോ? ഗ്യാസ് കത്തിക്കുന്നു. എന്നിട്ട് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ കടുകിടണം. കുറഞ്ഞ കടുക് വേണം. കടുകുകൾ പൊട്ടുമ്പോൾ നമുക്ക് കറിവേപ്പില, മുളക്, ഉള്ളി ഈ 3 സാധനങ്ങളും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കാം, വഴറ്റി കൊടുക്കാം. ഇച്ചിരി ഉപ്പിടാവുക. ഉപ്പിടുന്നുണ്ട്. ഞാനില്ലേ ഞാൻ വീൽച്ചെയറിന്റെ മുകളിൽ നിന്നിട്ടാണ് കുക്ക് ചെയ്യാറുള്ളത്. കാരണം എനിക്ക് നല്ല ഹൈറ്റ് ആണ് അല്ലാതെ വെക്കില്ല. ഓക്കെ, ഇത് വയറ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മൈക്രോവേവിന് സാധ്യത കൊടുക്കാം. നമുക്കത് എന്താക്കി കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ മിക്സ് ചെയ്യുന്ന കാണുമ്പം ആളുകൾ വിചാരിക്കും ഇത് മിക്സിങ് ആവുമോ എന്നുള്ളത്. പക്ഷേ ഇത് മിക്സിങ് ആവും ഗൈസ്. അങ്ങനെ സ്പീഡിലെല്ലാവരും ചെയ്യുന്ന പോലെ അല്ല ചെയ്യാറുള്ളത്. ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. മഞ്ഞളുള്ള സാധനം. ഓക്കെ, ഒരു സ്പൂണായി. എല്ലാ മസാല ബോക്സിലേക്കും സ്പൂണില്ല. ഇല്ലേ, നമ്മളിനി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ തന്നെ കഴുകിയപ്പോഴുള്ള വെള്ളം ഉള്ളതുകൊണ്ടേ ഇതിലേക്കൊരു ഇത് നന്നായിട്ടൊന്ന് വേവണം. അതിനൊരു പച്ച മണം ഇപ്പം വരുന്നോണ്ടിരിക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സ്മെല് ചെയ്യുന്നുണ്ടോ? നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടേ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ച് വെക്കാം. ഇത് സംഭവം വാടി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ക്വാണ്ടിറ്റി കുറഞ്ഞത്. ഒന്ന് മൂടി വെക്കാം 5 മിനിറ്റ് തരൂ. ഇതേ സമയം ഇപ്പുറത്തൊരാള് ആളുടെ ലഞ്ചൊക്കെ എണീറ്റോ. സുഖൻ എത്രയിലായിനു. സ്കൈ എന്താ ഈ നോക്കുന്നേ? എന്താ കണ്ടേ? ഏതോ കിളിയുടെ സൗണ്ട് കേട്ടിട്ടേക്ക്. അപ്പുറത്ത് ചെങ്ങായിട്ട് കേട്ടോ, ഓനെ നോക്ക. ആരടത്? ഇതിപ്പോ എങ്ങനെ എടുക്കും? എൻ്റെ മറ്റേ സാധനം കണ്ടില്ല. വെള്ളൂറ്റിയതാ. വെള്ളൂറ്റിയതാ. വാടിയും തോന്നുന്നല്ലേ? ഇങ്ങനത്തെ ഇതിലേക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇനി നമ്മൾ ഇതിലോട്ട് കോഴിമുട്ട പൊട്ടിച്ച് വരാൻ പോകുന്നു.
ഫിഷു ഫിഷു. കൈമാറ്റി താങ്കളുടെ കൈയാണ് ഫോക്കസ് ആവുന്നത്. ഓക്കെ, ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടേ ഈ മുട്ട ഒന്ന് വേഗം വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ചിക്കി ചിക്കി കൊടുത്തു. അപ്പോൾ അതെന്തായി സെറ്റായി. നമുക്കിത് ജസ്റ്റ് ഒരു നുള്ള് ഗരം, നുള്ളെന്ന് പറയുമ്പോൾ നുള്ളേ ഇടാവുള്ളൂ. ഓക്കെ, ഗരം കൂടി പോയാൽ ഗരത്തിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുക. നല്ലോണം മിക്സ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും. റെഡി, സാധനം റെഡി. ഇനി നമുക്ക് ഉപ്പ് അതിന് നമ്മൾ ഇട്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. ചോറിന് എന്തൊക്കെയുണ്ട്? നല്ല ആവി പറക്കുന്ന റേഷനറി ചോറുണ്ട്. പിന്നെ നമ്മുടെ മൈക്രോ ഗ്രീൻസ്, ഇത് ഫിറോൻ്റെ ഉമ്മച്ചി കൊടുത്തയച്ചതാണ്, മാസ് വെച്ചത്. ഓക്കെ, ഇത് മറ്റേ നമ്മളുടെ ചെറുപയറും ചെറുപയറല്ല മൺപയറോ കറി. പിന്നെ അത് എൻ്റെ ഉമ്മയുടെ ഉമ്മാസിൻ്റെ മുന്തിരി അച്ചാർ, മധുരമാണ് ഇതിന്, പക്ഷെ കൊള്ളാം. ഇവിടെ വേറെ അച്ചാറില്ലാത്തതുകൊണ്ട് ഫിറു ഇപ്പോൾ മധുരം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫിറു മധുരമുള്ള അച്ചാർ കഴിക്കില്ലായിരുന്നു. അച്ചാർ സാധനം വലിയ വീക്ക്നെസ്സാണ്. എന്താപ്പാണ് വിളമ്പുവാണേ. നമ്മൾ എപ്പോഴും എന്താണ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള സമയത്ത് ഞാൻ ക്ലിനിക്കിൽ പോയി വരുമ്പോഴത്തേനും ഫിറു ചോറ് വെക്കും. ചില ദിവസങ്ങൾ അവൻ തന്നെ കറി ഉണ്ടാക്കും. വന്നിട്ട് ഞാനൊരു ഇങ്ങനെ തോരനാക്കും. ചില സമയത്ത് മീൻ വാങ്ങും, ഇറച്ചി വാങ്ങും. അല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങനെ നിർബന്ധങ്ങളില്ല, ഇന്നതേ കഴിക്കുള്ളൂ, അങ്ങനെയില്ല. ഞാൻ ആദ്യം അങ്ങനെയായിരുന്നു. കല്യാണം കഴിക്കുന്നതിന് മുന്നേ എനിക്ക് കുറേ സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നു, അതേ കഴിക്കേണ്ടായിരുന്നല്ലോ. അപ്പയുടെ പ്രിൻസസ് പൂൾ വളർന്നു കൊച്ചാണ്. പക്ഷെ ഇപ്പം ഞാനത് കഴിച്ച് ഇപ്പം എല്ലാ സാധനങ്ങളും ഞാൻ കഴിക്കും. മീൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കഴിച്ചു തുടങ്ങി. അപ്പോൾ അടുക്കളയിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ 1 മണിയാകുമ്പോൾ ക്ലിനിക്കിൽ നിന്ന് വരും. ഞങ്ങളൊരു ഇപ്പോഴേ 1:59, 2 മണിയാകുമ്പോഴത്തേനും എല്ലാം ആക്കി ഞങ്ങൾ ഭക്ഷണം കഴിക്കും. അതാണ് ഞങ്ങളുടെ ഒരു രീതി, അല്ലേ ഫിറു? പിന്നെ ഞാൻ ഉറങ്ങും, 3:45 എണീറ്റ് പോവും. അതാണ്. അപ്പോൾ നമുക്ക് ഇനി സാധനം എടുക്കാം. ഇതാണ് ഇത് നമ്മളുടെ തോരൻ കൂടുതൽ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്, മെയിനായിട്ട് കഴിക്കണം. പിന്നെ ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കാറില്ല, കാരണം അത് ഫിറോണിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. എനിക്കും ഇങ്ങനെ ഒരുപാട് ഞാനങ്ങനെ ഒരു അച്ചാർ തീർന്നിരിക്കൂടാ, പക്ഷെ ഉണ്ട് ഇന്നത്തെ കൂടെ കേട്ടോ. അമ്മച്ചിനോട് അടുത്ത അച്ചാർ ചോദിക്കണേ. അച്ചാർ പുറത്ത് വാങ്ങാറില്ല. ഒന്നെങ്കിൽ ഫിറോൻ്റെ ഉമ്മച്ചി അവിടുന്ന് മീൻ അച്ചാർ ഒഴിക്കും. അത് കുറെ വേണ്ടിയിരുന്ന എനിക്കറിയാം, പക്ഷെ ഞാൻ തരില്ല. എനിക്ക് വേണ്ടായിരിക്കും, ഇതൊരു ചോക്ക് മതി. കാരണം ഇത് തേങ്ങ കൂട്ടിയിട്ടാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ തേങ്ങ വിറ്റായിരുന്നു, അതിൻ്റെ ഇടയിൽ വലിച്ചത് ഞങ്ങൾക്ക് വിറ്റു. അപ്പം തേങ്ങയില്ല, നമ്മൾ കുറച്ചെണ്ണം എടുത്ത് വെച്ചാൽ തീർന്നു. വയ്ക്കട്ടെ, ഇതൊരു തട്ടിക്കൂട്ട് കട. ഞങ്ങളിങ്ങനെ ഇരുന്നാലേ ഭക്ഷണം കഴിക്കാം. അവിടെ മേശയുണ്ടെങ്കിൽ അവിടെ ഇരിക്കാറില്ല, ഇവിടെ ഇങ്ങനെ ഷീറ്റ് കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ടാണ്. വെള്ളം എടുത്തില്ലല്ലേ? എനിക്ക് സൈഡിൽ ഇത്തിരി മതി. ഓക്കെ, ഞാൻ സൈഡിലാണ് കറി കഴിക്കാറുള്ളത്. മതി ഇടാം. ഓക്കെ, സാറ് ടേസ്റ്റ് ചെയ്തില്ല? ഉപ്പേരി ടേസ്റ്റ് ചെയ്തോ? രസമുണ്ടായിരുന്നോ? ഉണ്ട്, നല്ല രസമുണ്ടല്ലേ? ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോഴും എനിക്കിഷ്ടപ്പെട്ടു. എന്തിനാ ടേസ്റ്റാ? ചീരൻ്റെ ടേസ്റ്റ് അല്ലല്ലോ, ചീരേൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു.
കുഴച്ച് ഇതല്ലേ കൊള്ളാം കൊള്ളാം. ഇതുണ്ടാക്കി നോക്കൂട്ടോ നമ്മൾ. എളുപ്പമാണ്. കുറച്ച് പാലെടുത്തൊരു ടിഷ്യൂ പേപ്പർ വെച്ച് വെള്ളം ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതങ്ങ് വളർന്ന് വന്നോളും കുറച്ച് ദിവസം വെക്കുമ്പോൾ. ഓക്കെ, അതിൻ്റെ പേര് ഇറക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഫാമിലി വ്ളോഗ്സൊക്കെ ഇനി ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം. അതുവരേക്കും ടാറ്റ ഫ്രം കടലും